ഫലസ്തീനിലെ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഒമാൻ. തൊഴിൽ താമസ നിയമം ലംഘിച്ചതിന് 22 വിദേശ വനിതകൾ പിടിയിൽ. ഒമാൻ ഹോക്കി കാർണിവൽ സമാപിച്ചു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഫലസ്തീനിലെ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടാനായി അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്നും ഫലസ്തീനിലെ പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പറഞ്ഞു. ഒമാനിലെ അംബാസിഡർമാരും നയതന്ത്ര പ്രതിനിധി മിഷനുകളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും മേധാവികളെ പങ്കെടുപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം ഡിപ്ലോമാറ്റിക് ക്ലബിൽ സംഘടിപ്പിച്ച 6ാം വാർഷിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫലസ്തീൻ പ്രദേശത്തെ സംഭവവികാസങ്ങളും ഗസയിലെ ദുരവസ്ഥയും യോഗം ചർച്ച ചെയ്തു. ഒക്ടോബർ 9-നുണ്ടായ വെടിനിർത്തൽ കരാറിനായുള്ള മധ്യസ്ഥതയിൽ അമേരിക്ക, ഖത്തർ, ഈജിപ്ത്, തുർക്കിയ, ഫലസ്തീൻ പ്രതിനിധികൾ എന്നിവരുടെ പങ്കിനെ അദ്ദേഹം പ്രശംസിച്ചു. ഗസയുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഏത് ക്രമീകരണവും പുറത്തുനിന്ന് നിയന്ത്രിക്കപ്പെടാൻ പാടില്ലെന്നും ഏതെങ്കിലും ഫലസ്തീനിയൻ വിഭാഗത്തെ ഒഴിവാക്കിയും ആവരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിൽ താമസ നിയമം ലംഘിച്ചതിന് ഏഷ്യൻ വംശജരായ 22 സ്ത്രീകൾ പിടിയിൽ. ബൌഷറിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് യൂണിറ്റിന്റെ സഹകരണത്തോടെ അന്വേഷണ ക്രിമിനൽ വിവരശേഖരണ ജനറൽ ഡയറക്ടറേറ്റ് ആണ് നടപടി സ്വീകരിച്ചത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മറ്റൊരു കേസിൽ ബുറൈമിൽ 2 വാഹനങ്ങൾ മോഷ്ടിച്ചയാൾ അറസ്റ്റിലായി. ഗവർണറേറ്റിലെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് 2 വാഹനങ്ങൾ മോഷ്ടിച്ചയാളെയാണ് അൽ ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. ഹോക്കി ഒമാനും UTSCയും സംയുക്തമായി സംഘടിപ്പിച്ച ഒമാൻ ഹോക്കി കാർണിവൽ സമാപിച്ചു. അന്തർദേശീയ വനിതാ ടൂർണമെന്റിൽ അസിൽ ഹോക്ക് കൊച്ചിയെ പെനാൽറ്റിയിൽ 2-1 തോൽപ്പിച്ച് ഇന്ത്യ റഷ് മുംബൈ കിരീടം നേടി. മുഴുവൻ സമയത്തും 2-2 സമനില പാലിച്ചതോടെയാണ് കളി പെനാൽറ്റിയിലേക്ക് നീങ്ങിയത്. ഗൾഫ് ഹോക്കി ഫിയസ്റ്റ പുരുഷ വിഭാഗത്തിൽ ടീം കൂർഗ് ഒമാൻ UTSCയെ 6-3 പരാജയപ്പെടുത്തി. മാസ്റ്റേഴ്സ് മെൻസ് വിഭാഗത്തിൽ ഒമാൻ വെറ്ററൻസിനെ 4-2 തോൽപ്പിച്ച് UTSC ജേതാക്കളായി. അണ്ടർ 18 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അൽ അമറത്ത് ക്ലബിനെ 7-2 പരാജയപ്പെടുത്തി അഹ്ലി സിദാബ് കപ്പടിച്ചു. അണ്ടർ 18 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ അൽ സീബ് വിജയികളായി. അണ്ടർ 14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഖുറിയാത്ത് ക്ലബിനെ 6-4 മസ്കറ്റ് ക്ലബ് പരാജയപ്പെടുത്തി. കേരളത്തിൽ നിന്ന് 3 ടീമുകൾ മത്സരിക്കാൻ എത്തിയിരുന്നു. 3 ദിവസങ്ങളിലായി നടന്ന കാർണിവൽ വിജയകരമായ ഹോക്കി ഉത്സവങ്ങളിൽ ഒന്നായി മാറി. ആഗോള ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസ് സലാലയിൽ പുതിയ ഷോറൂം ആരംഭിച്ചു. ഇതോടെ ഒമാനിൽ ജോയ് ആലുക്കാസിന് 5 ഷോറൂമുകളായി. ജോയ് ആലുക്കാസ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ജോൺ പോൾ ആലുക്കാസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യാപാര ഡയറക്ടർ മുബാറക് സയ്യിദ് അൽ ഷാഹിരി, ഇന്ത്യൻ എംബസി കോൺസുലാർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ ആഗോള ആഭരണ വ്യവസായ രംഗത്ത് നിർണായക സാന്നിധ്യം ഉറപ്പിച്ച ജോയ് ആലുക്കാസിന് 12 രാജ്യങ്ങളിലായി 190-ലധികം ഷോറൂമുകളാണുള്ളത്. പ്രവാസി സമൂഹം ഏറെയുള്ള സലാലയിലെ ജ്വല്ലറി റീറ്റെയിൽ മേഖലയ്ക്ക് പുത്തൻ നിർവചനം നൽകാനാകുന്ന തരത്തിൽ ആധുനികവും അതിവിശിഷ്ടവുമായ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.